ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബാക്കി വരുന്ന ഇടിയപ്പം, അതായത് നൂൽപുട്ട് വെച്ച് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. സാധാരണ ഇതുപോലുള്ള നൂൽപുട്ട് പുട്ടൊക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി വരുമ്പോൾ അത് കളയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് കളയാതെ വൈകുന്നേരം ചായക്കടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് വേസ്റ്റ് ചെയ്യാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 നൂൽപുട്ട് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുപഴമാണ് കേട്ടോ. ഞാനിവിടെ ഒരു 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ അടിച്ചു വെച്ചിട്ടുള്ള ഇടിയപ്പല്ലേ, അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലൊരു ഐറ്റം സാധാരണ പുട്ട് വെച്ചിട്ട് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം കേട്ടോ. ഞാനിവിടെ 2 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഏലക്കയുടെ ഫ്ലേവർ വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എന്തെങ്കിലും പൊടി, അതായത് മൈദയോ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അരിപ്പൊടി ആണെങ്കിൽ ഇത് ഒന്നുകൂടെ ഹാർഡായി പോവും. അപ്പം അതുകൊണ്ട് മൈദയോ ഗോതമ്പ് പൊടിയാണ് നല്ലത്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നുള്ളിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പഴം നുള്ളിയിട്ടതൊക്കെ ഉണ്ടാക്കില്ലേ, ഏകദേശം അതിൻ്റെയൊക്കെ പോലെ തന്നെയാണ്. ഇതുപോലുള്ള സ്നാക്സൊക്കെ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കുന്നതാണ്. എന്നാൽ അന്നത്തെ ദിവസം തന്നെ ഇതുപോലെ പുട്ടോ ഇടിയപ്പമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മൾ കളയുകയും ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് കളയാതെ എക്സ്ട്രാ പൊടികളൊന്നും ഒരുപാട് യൂസ് ചെയ്യാതെ നമുക്ക് ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പൊറോട്ട കൊണ്ടും ചപ്പാത്തി കൊണ്ടും പുട്ട് കൊണ്ടൊക്കെ ചെയ്ത സമയത്ത് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, നൂൽപുട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ബാക്കി വരുന്ന നൂൽപുട്ട് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. സ്പൈസി ആയിട്ടാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇടിയപ്പം വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതുപോലൊരു ഐറ്റം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ലെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇനി ഇടിയപ്പമൊക്കെ ബാക്കി വരുന്ന സമയത്ത് കളയാതെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്